കൈരളി ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മോൻസൺ തട്ടിപ്പിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. സുധാകരനെതിരെ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച്. അറസ്റ്റിൽ ആശങ്കയില്ലെന്നും കുറ്റബോധമില്ലെന്നും കെ സുധാകരൻ. സുധാകരനെ പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് എം വി ഗോവിന്ദൻ. പ്രിയ വർഗീസിന് അനുകൂലമായ വിധിയിൽ തിരിച്ചടിയേറ്റത് പ്രതിപക്ഷത്തിനും ഗവർണർക്കും മാധ്യമങ്ങൾക്കുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി. മാധ്യമങ്ങൾ ഫാസിസ്റ്റ് രീതിയല്ല പിന്തുടരേണ്ടതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. NSSൽ കലഹം. പ്രതിനിധി സഭയിൽ നിന്ന് ഒരു വിഭാഗം ഇറങ്ങിപ്പോയി. പ്രതിഷേധിച്ചത് കലഞ്ഞൂർ മധുവും കൂട്ടരും. NSSൽ ജനാധിപത്യമില്ലെന്ന് കലഞ്ഞൂർ മധു. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അമേരിക്കൻ സംയുക്ത കോൺഗ്രസിലും പ്രതിഷേധം. കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന ജനപ്രതിനിധികൾ മാധ്യമ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ജോ ബൈഡൻ. ഇന്ത്യ വിവേചനമില്ലാത്ത രാജ്യമെന്ന് US കോൺഗ്രസിൽ പ്രധാനമന്ത്രി. മോദി സർക്കാരിനെതിരെ വിശാല ഐക്യത്തിന്റെ സാധ്യത തേടി സംയുക്ത പ്രതിപക്ഷ യോഗം. പട്നയിലെ യോഗത്തിൽ CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെ 20 പാർട്ടികൾ പങ്കെടുക്കുന്നു. കൈരളി ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. പരീക്ഷ എഴുതാതെയും ബിരുദ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്ന മാഫിയ സജീവം. 42,500 രൂപ അടച്ചാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഏജന്റുമായുള്ള സംഭാഷണം പുറത്ത്. വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വേണമെന്ന A. റഹീം. ലോകത്തിന്റെ പ്രതീക്ഷകൾ വിഫലം. സമുദ്ര ഗവേഷണ പേടകം ടൈറ്റൻ തകർന്നു. 5 യാത്രക്കാരും മരിച്ചതായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡ്. വാർത്തകൾ വിശദമായി നോക്കാം. പുരാവസ്തു തട്ടിപ്പ് കേസിലെ 2ാം പ്രതി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് കളമശ്ശേരി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സുധാകരനെതിരെ വ്യക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. മോൻസണിനെ ന്യായീകരിച്ചുള്ള കണ്ണൂർ പത്രസമ്മേളനത്തെക്കുറിച്ച് വിശദീകരണം തേടും. എന്നാൽ ചോദ്യം ചെയ്യലിനെയോ അറസ്റ്റിനെയോ ഭയപ്പെടുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു. സാലിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സാലി, ആദ്യം തന്നെ എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുന്നത്? കീർത്തി, ഇപ്പോൾ 1 മണിക്കൂറായി. 11 മണിക്ക് കയറി 12 മണി, അതായത് 1 മണിക്കൂറായിരിക്കും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ശക്തമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമാണ് പ്രതിയാക്കിയതും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തതയോടെയുള്ളൊരു വിശദീകരണം ഓരോ കാര്യത്തിലും സുധാകരൻ നൽകേണ്ടി വരും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇനി ചോദ്യം ചെയ്യലിന് ശേഷം എന്താണ് നടപടി? ഇന്ന് തന്നെ എന്തെങ്കിലും കടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ, അതോ പിന്നീട് ഒരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുമോ, അതോ ഇന്ന് പൂർത്തിയാക്കി അവസാനിപ്പിക്കുക എന്നടക്കമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും സ്വാഭാവികമായും ഉള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാകാൻ സാധ്യതയില്ല. കാരണം 3 വ്യത്യസ്തമായ വിഷയങ്ങളിൽ വിശദമായൊരു ചോദ്യാവലി തയ്യാറാക്കി വിശദമായി തന്നെയാണ് ചോദ്യം ചെയ്തു വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ വിഷയം. ഇപ്പോൾ ആദ്യം അവർ പരിഗണിക്കുന്നത് മോൻസനും സുധാകരനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഒട്ടേറെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നിത്യേന എന്നോണം ഈ മോൻസൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? അതടക്കം ഇരുവരും തമ്മിലുള്ള വലിയ ആത്മബന്ധത്തിൻ്റെ കഥകൾ തെളിവുകൾ സഹിതം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അത്തരം ഒരു ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്നത് സുധാകരൻ സ്വാഭാവികം വിശദീകരിക്കേണ്ടി വരും. കാരണം സുധാകരൻ ഒരു പൊളിറ്റിക്കൽ ലീഡറും മോൻസൺ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയുമാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള 2 പേർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാധ്യത വളരെ വിരളമായൊരു ബന്ധത്തിൻ്റെ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, വളരെ ആത്മബന്ധമുണ്ട്. അപ്പോൾ എന്താണ് അതിൽ നടന്നിരിക്കുന്നതെന്നാണ് ആദ്യം തന്നെ അറിയേണ്ടത്. എങ്ങനെയാണ് സുധാകരനും മോൻസനും തമ്മിൽ ബന്ധം സ്ഥാപിച്ചത്, അതിലേക്ക് നയിച്ച ഘടകങ്ങളെന്ത്, അത്തരം കാര്യങ്ങളിലുള്ളൊരു വിശദീകരണവും ചോദ്യം ചെയ്യലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. പിന്നീടായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും എബിൻ എബ്രഹാമിൻ്റെ പങ്കിനെ സംബന്ധിച്ചും അത്തരം സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ പിന്നീടേ വരികയുള്ളൂ. ഏതായാലും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ബന്ധം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, എങ്ങനെ അത് മുന്നോട്ട് പോകുന്നു എന്നത് സംബന്ധിച്ച് തന്നെയാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ചോദ്യം ചെയ്യലിൻ്റെ അവസാനം പല സാധ്യതകളുമുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങിക്കൂടായികയില്ല എന്നുള്ളതാണ്. ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി 2 ആഴ്ചത്തേക്ക് ഇടക്കാല ജാമ്യം, 2 ആഴ്ചത്തേക്ക് മാത്രമായി ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും 50,000 രൂപയുടെ ബോണ്ടിൽ വിടേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടി ഉണ്ടാകുമോ
അതോ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളാണോ പിന്നീടും ചോദ്യം ചെയ്യാൻ തുടർന്നും ചോദ്യം ചെയ്യാനുള്ള ദിവസം നിശ്ചയിക്കുകയാണോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും അറസ്റ്റിന് നിയമപരമായി തടസ്സമില്ല. സുധാകരൻ ഇതിനകം തന്നെ ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റിന് നിയമപരമായി തടസ്സമില്ല. അതും വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ, ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. ഒപ്പം തന്നെ 468 IPC, അതായത് വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി വ്യാജരേഖ സൃഷ്ടിക്കൽ. ഒപ്പം തന്നെ 471 ഈ വ്യാജരേഖയാണെന്ന് അറിഞ്ഞിട്ടുകൂടി യഥാർത്ഥ രേഖ എന്ന വ്യാജേന ഈ രേഖ ഉപയോഗിക്കൽ. അതടക്കമുള്ള ഒട്ടേറെ 3 വകുപ്പുകളാണ് ഈ സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിയമപരമായി അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തടസ്സമില്ല. അപ്പോൾ അതടക്കം ഉൾപ്പെടെ കർശന നടപടികളിലേക്ക് നീങ്ങുമോ അന്വേഷണ സംഘം എന്നിപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. അത്തരമൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കാൻ സമയമായിട്ടില്ല. ഏതായാലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ എന്ന് അന്വേഷണ സംഘം വിശദീകരിക്കുന്നുണ്ട്. ഇതിനകം തന്നെ പരമാവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ആത്മവിശ്വാസവും പിൻബലവും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുണ്ട്. അതിന് എത്രമാത്രം കൃത്യതയോടെയുള്ള മറുപടി സുധാകരൻ പറയുന്നു എന്നനുസരിച്ചിരിക്കും തുടർ നടപടികൾ. സാലി, ഈ പറഞ്ഞതുപോലെ കെ സുധാകരനും മോൻസണും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളമാണെന്നത് ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ കുറച്ചുകൂടി വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ചും ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നുണ്ടോ? ഈ പത്രസമ്മേളനത്തിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ഇതും പോലീസ് ഒരു തെളിവായി തന്നെ കരുതുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചും ചോദ്യം ചെയ്യലുണ്ടോ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം സുധാകരൻ കണ്ണൂർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തൻ്റെ വലിയ സുഹൃത്താണ് മോൻസൺ, നല്ലൊരു സുഹൃത്തിന് താൻ എന്തിന് നഷ്ടപ്പെടുത്തണം, എന്തിന് താൻ തള്ളിപ്പറയണം, താൻ പറഞ്ഞതൊക്കെ മോൻസൺ തനിക്ക് വേണ്ടി ചെയ്തു നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തള്ളിപ്പറയാൻ താൻ തയ്യാറല്ല എന്നുള്ളതായിരുന്നു സുധാകരൻ നിലപാട്. അത് വാർത്താസമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞതാണ്. അപ്പോൾ അതൊരു കുരുക്കാണ് സുധാകരനെ സംബന്ധിച്ചിടത്തോളം. മോൻസൺ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ല, വഞ്ചനാ കേസിൽ പ്രതിയാണ്, പോക്സോ അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്ന് കോടതി കണ്ടെത്തിയ പ്രതിയാണ്. അതിൻ്റെ പേരിൽ ജീവിതാന്ത്യം വരെ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട പ്രതിയുമാണ്. അങ്ങനെ ഒരു പ്രതിയെ ആ തടവ് ശിക്ഷ വിധിച്ചതിന് ശേഷം, കോടതി വിധി പുറത്തു വന്നതിന് ശേഷം ന്യായീകരിക്കുന്ന ഒരു സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചു എന്ന് അന്വേഷണ സംഘത്തോട് സുധാകരൻ വിശദീകരിക്കേണ്ടി വരും. അതിനകത്ത് നിയമപരമായി കുരുക്കോ അതുതന്നെയാണ്. അതിന് ഈ ചോദ്യം ചെയ്യലിൻ്റെ മുന്നോടിയായി ഈ സുധാകരൻ്റെ ഈ പ്രതികരണം അടക്കം, ഈ ബൈറ്റ് അടക്കമുള്ളവ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അന്വേഷണ സംഘം. അത് കേൾപ്പിച്ച് അതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയോടുള്ള മറുപടി അന്വേഷണ സംഘം സുധാകരനിൽ നിന്ന് തേടുക. ഏതായാലും അതിൽ എത്രമാത്രം വ്യക്തതയുള്ള മറുപടി നൽകാൻ സുധാകരന് കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി 1ാം ഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഈ പരാതിക്കാരൻ വേണ്ടി വന്നാൽ ഓൺലൈനായി ഹാജരാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. അത്തരമൊരു സാധ്യതയുണ്ട്. അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അതായത് ഈ പരാതിക്കാരുടെ പരാതിയും അവരുടെ മൊഴിയും മറ്റ് തെളിവുകളും ഈ സുധാകരൻ്റെ ഇപ്പോഴത്തെ വിശദീകരണവുമായി പൊരുത്തപ്പെടാതെ വന്നാൽ സ്വാഭാവികമായും ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വന്നാൽ അവർ ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്ന് പരാതിക്കാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഓൺലൈനിൽ വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ അവരെ ഓൺലൈനിൽ കൊണ്ടുവരാനുള്ള ശ്രമം അന്വേഷണ സംഘം നടത്തും. അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഓരോ സംഭവങ്ങളിലും ഇവർ നൽകിയിരിക്കുന്ന പരാതിയിൽ സുധാകരൻ്റെ വിശദീകരണം തൃപ്തികരമല്ലാത്തൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും പരാതിക്കാരൻ്റെ പരാതി ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും, അവരുടെ മൊഴി ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും, അതിലൊരു വ്യക്തത വരുത്തേണ്ടി വരും. അതിന് വേണ്ടി മാത്രം ഈ പരാതിക്കാരെ ഓൺലൈനായി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം അവരെ ഓൺലൈനായി അവരിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കും എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കെ സുധാകരന്റെ ചോദ്യം ചെയ്യലോടെ പുരോഗമിക്കുകയാണ്. 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യലോടെ നടക്കുകയാണ്. പ്രധാനമായും അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത് ഈ മോൻസണും സുധാകരനും തമ്മിലുള്ള ബന്ധം, അവർ തമ്മിലുള്ള ആത്മബന്ധം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടും. കഴിഞ്ഞ ദിവസം സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് പോലീസ് വ്യക്തത തേടുന്നത്. സാലി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു ദിവസം കൊണ്ട് ചോദ്യം ചെയ്യൽ നിൽക്കില്ല. ഇനി വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യലുണ്ടാകും. അറസ്റ്റിലേക്ക് നീങ്ങുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നൊക്കെയാണ് നൽകുന്ന വിവരങ്ങൾ. സുധാകരന്റെ ചോദ്യം ചെയ്യൽ 11 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ KS റസ്റ്റിപ്പ് പറഞ്ഞിരുന്നത്. അത് പ്രകാരം 11 മണിക്ക് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. പരാതിക്കാരന് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനായി ചോദ്യം ചെയ്യലിന്റെ ഭാഗമാകുമെന്നും അറസ്റ്റ് എപ്പോൾ ഉണ്ടാകുമെന്ന് പറയാനാവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. വിളിച്ചിട്ടില്ല. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ അവർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്.
അതേ മാത്രമേ ഉള്ളൂ. കെ സുധാകരനെ പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ. മാധ്യമങ്ങൾ പഠിക്കേണ്ടത് ഫാസിസ്റ്റ് രീതിയല്ലെന്നും ആരോപണങ്ങൾ കൊണ്ട് SFIയെ തകർക്കാമെന്ന ആഗ്രഹം നടക്കില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സുധാകരനെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇത്ര വലിയ ബേജാറ് നിങ്ങൾക്ക് കേസുകാരന്? എല്ലാവർക്കും ഞാൻ ഒരുത്തരമല്ല പറഞ്ഞു, മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു സുഖമാണല്ലോ ഇത്. നിങ്ങളെല്ലാം എന്തല്ല പത്രപ്രവർത്തനത്തിന് പുതിയ രീതി പഠിക്കണം, ഫാസിസ്റ്റ് രീതിയല്ല പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ഏകപക്ഷീയമായ രീതിയിൽ SFIയെ തകർക്കണമെന്ന ധാരണ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ഇടപാടും നടക്കുന്നത്. ആ ഇടപാടിന് നിന്ന് കൊടുക്കാനൊന്നും പാർട്ടിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് KSUവിൻ്റെ നേതാവിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിൽ പങ്ക് SFIക്കാണ് എന്ന് പറയുന്നവരോട് പിന്നെ എന്ത് പറയാനാ? മോൻസിനെ വിശുദ്ധനായി ചിത്രീകരിച്ച കെ സുധാകരന്റെ നടപടിയെ ന്യായീകരിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം. ദയയും ദാക്ഷിണ്യവും അർഹിക്കാത്തവനെന്ന് കോടതി വിധിച്ച മോൻസിനെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച KPCC അധ്യക്ഷന്റെ നടപടിയാണ് മറ്റു നേതാക്കളെ വെട്ടിലാക്കിയത്. തള്ളിപ്പറയാൻ കഴിയാത്ത തരത്തിലുള്ള എന്തു ബന്ധമാണ് സുധാകരനും മോൻസനും തമ്മിലുള്ളതെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. കോഴിക്കോടും കണ്ണൂരും നടത്തിയ വാർത്താ സമ്മേളനങ്ങളിലാണ് മോൻസനെ വിശുദ്ധനായി ചിത്രീകരിക്കുന്ന വിചിത്ര നിലപാട് കെ സുധാകരൻ സ്വീകരിച്ചത്. മോൻസനെ ശത്രുപക്ഷത്ത് നിർത്താൻ തനിക്ക് താല്പര്യമില്ലെന്നും അയാൾ തന്റെ സുഹൃത്താണെന്നുമായിരുന്നു സുധാകരന്റെ പരസ്യ നിലപാട്. അതിൽ തർക്കിക്കണ്ട, എനിക്ക് അദ്ദേഹത്തെ എന്റെ ശത്രുപക്ഷത്ത് നിർത്താൻ എനിക്ക് താല്പര്യമില്ല, അത് തന്നെ കാര്യം. എനിക്ക് കാര്യമില്ല, എന്ത് കാര്യത്തിനാ ഞാനാണ് ശത്രുവാക്കേണ്ട കാര്യം? ഇങ്ങനെ ന്യായീകരിക്കാൻ കൊള്ളുന്നവനാണോ മോൻസൺ മാവുങ്കൽ എന്ന ചോദ്യത്തിന് എറണാകുളം പോക്സോ കോടതി കൃത്യമായി ഉത്തരം നൽകിയിട്ടുണ്ട്. ദയയും ദാക്ഷിണ്യവും അർഹിക്കാത്ത പ്രതിയെന്നാണ് മോൻസനെ കോടതി വിശേഷിപ്പിച്ചത്. സമ്പത്തും പ്രമാണിത്വവും ആയുധശക്തിയും കാട്ടിയാണ് പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിച്ചതെന്നും അതിനാൽ ഒരു മാനുഷിക പരിഗണനയും അർഹിക്കുന്നില്ലെന്നും വിധിന്യായത്തിലുണ്ട്. ജീവിതാവസാനം വരെ കഠിന തടവെന്ന വലിയ ശിക്ഷ കോടതി വിധിച്ച മോൻസൺ KPCC അധ്യക്ഷന് മാന്യനായ സുഹൃത്താണ്. മാത്രമല്ല, എന്ത് കാര്യത്തിനാണ് താൻ മോൻസനെ ശത്രുവാക്കേണ്ടത് എന്ന വിചിത്ര ചോദ്യവും സുധാകരൻ ഉന്നയിക്കുന്നു. എന്താ അയാളെ എന്നെ ശത്രുവാക്കിയിരുന്ന കാര്യം? എനിക്ക് അയാൾ എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറിയ ഒരാളാണ്. എൻ്റെ ഏറെ മറ്റു തലത്തിലൊക്കെ സഹായിക്കുകയും ചെയ്ത ആളുകളാണ്. മറ്റു തരത്തിലെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു തന്നിട്ടുണ്ട്. ബലാത്സംഗ കേസ് പ്രതിയെ ന്യായീകരിക്കുന്ന സുധാകരന്റെ നിലപാട് മറ്റു കോൺഗ്രസ് നേതാക്കളെ വെട്ടിലാക്കി. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സുധാകരനെതിരെ പരസ്യ നിലപാടെടുത്തു. VM സുധീരൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ സുധാകരന്റെ പരാമർശത്തിൽ കടുത്ത അതൃപ്തരുമാണ്. തള്ളിപ്പറയാൻ കഴിയാത്ത തരത്തിലുള്ള എന്ത് ബന്ധമാണ് സുധാകരനും മോൻസനും തമ്മിലുള്ളത് എന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. മോൻസനെ ന്യായീകരിക്കുന്ന സുധാകരന്റെ നിലപാടിനെ രാഷ്ട്രീയമായി എങ്ങനെ വിശദീകരിക്കും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്നതും. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. BJPക്കെതിരെ പ്രതിപക്ഷം ഒരുമിച്ച് പോരാടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. പ്രതിപക്ഷ വേട്ടയാടൽ തുടരുന്ന മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം പട്നയിൽ ആരംഭിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലാണ് യോഗം. 20 പ്രതിപക്ഷ പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ജിൽബിയുണ്ട് ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, യോഗം ആരംഭിച്ചോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്? കീർത്തി, BJPക്കെതിരെ ഒരുമിച്ച് നീങ്ങുന്നതിന്റെ ഭാഗമായി ഒരു കരട് തയ്യാറാക്കലാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ പ്രതിപക്ഷ പാർട്ടി യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ രാഷ്ട്രീയ വേട്ടയാടലിന് ഉപയോഗിക്കുന്നുവെന്നും മണിപ്പൂർ സംഘർഷത്തിലെ പ്രധാനമന്ത്രിയുടെ മൗനം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ഈ യോഗത്തിൽ ചർച്ചയാകും. അതായത് പ്രത്യയശാസ്ത്രത്തിൽ പല രീതിയിൽ അല്ലെങ്കിൽ പല നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നേതാക്കൾ, അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ, ഇവരെല്ലാം ഒന്നിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അവരെയെല്ലാം ഒന്നിച്ച് നീക്കിക്കൊണ്ട് BJPക്കെതിരെ പോരാടാൻ BJP സർക്കാരിന്റെ ഭരണം അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഭരണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോകാനുള്ള ഒരു കരട് തയ്യാറാക്കലാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ നടക്കുക. അതേസമയം തന്നെ എടുത്തു പറയേണ്ടത്, ഈ കേന്ദ്ര ഓർഡിനൻസിനെതിരായി കോൺഗ്രസ് പരസ്യ നിലപാട് സ്വീകരിക്കാത്തതും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു, കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയില്ല അല്ലെങ്കിൽ പിന്തുണ അറിയിച്ചില്ലെങ്കിൽ ഈ യോഗത്തിൽ നിന്നും ബഹിഷ്കരിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത്. അതായത് ഈ BJPക്കെതിരെ തങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നേറും, എന്നാൽ ഓർഡിനൻസ് വിഷയത്തിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ
എന്നൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മമതാ ബാനർജി, ഹേമന്ത് സോറൻ തുടങ്ങിയ 5 മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും എല്ലാം ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി യോഗം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണ, പൊതു മിനിമം പരിപാടി തുടങ്ങിയവയൊന്നും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായേക്കില്ല എന്നുമാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കീർത്തി. ശരി, ജിൽബിയാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. ഗൈസ് ഇന്ന് ഫാമിലി മൂവി നൈറ്റ് ആണ്. റെഡിയാണോ? നോ, നോട്ട് റെഡി. ഞാനുണ്ടല്ലോ ഗോദ്രേജ് എയർമാറ്റിക് ഓട്ടോമാറ്റിക് എയർ ഫ്രഷ്നർ. ജനലുകളെ സുഗന്ധം പുറത്തുവിടല്ലേ. റിലാക്സ്, ഞാൻ ഓരോ 10 മിനിറ്റിലും സ്പ്രേ ചെയ്യും. ഗോദ്രേജ് എയർമാറ്റിക് റൂമുകളെ നിരന്തരം സുഗന്ധപൂരിതമാക്കുന്നു. റൂമുകൾക്ക് നാവുണ്ടെങ്കിൽ ഗോദ്രേജ് എയർ ചോദിച്ചു വാങ്ങും. ഷേവ് ചെയ്യുകയാണോ അതോ ഗോഷ്ടി കാണിക്കുകയാണോ? ഇല്ലെങ്കിൽ മുറിഞ്ഞാലോ? അങ്ങനെയെങ്കിൽ സാധാരണ റേസർ മാറ്റൂ, ജില്ലറ്റ് ഗാർഡ് ഉപയോഗിക്കൂ. ഇതിന്റെ ഫ്ലെക്സിബിൾ ഹെഡ് മികച്ച ഷേവ് നൽകുന്നു. ഒപ്പം പ്ലാറ്റിനം കോട്ടഡ് ഗ്രേഡ് ആയതിനാൽ കൂടുതൽ കാലം നിലനിൽക്കുന്നു. അപ്പോൾ ഇനി ഷേവ് ചെയ്യൂ, ഗോഷ്ടി കാണിക്കാതെ തന്നെ. ജില്ലറ്റ് ഗാർഡ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആക്കാൻ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രൊഡക്ട്സ്. പവിത്രമായ വിവാഹ മുഹൂർത്തങ്ങളെ അവിസ്മരണീയമാക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബഡ്ജറ്റിനും അനുയോജ്യമായ ജ്വല്ലറി സെറ്റുകളുടെ അതിവിപുലമായ കളക്ഷനുമായി സ്പെഷ്യൽ വെഡിംഗ് പാക്കേജ്. ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കിക്കൊണ്ടുള്ള സുതാര്യമായ ബില്ലിംഗ്. കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ വിലയുടെ 3% മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും. വരൂ, മലബാറിന്റെ പരിശുദ്ധ സ്വർണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതയേകൂ. ന്യൂസ് ടൈം ബ്രോട്ട് യു ബൈ ചുങ്കത്ത് ജ്വല്ലറി, എറണാകുളം, കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ ചികിത്സ. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഫെയർ പ്രൈസ് പ്രോമിസ്. ഹോം സ്റ്റേ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കൈക്കൂലി വാങ്ങിയ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ വിജിലൻസ് പിടിയിൽ. ആലപ്പുഴ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസിലെ KJ ഹാരിസിനെയാണ് ആലപ്പുഴ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. 2000 രൂപയാണ് ഇയാൾ കൈക്കൂലിയായി വാങ്ങിയത്. ഷാജഹാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് രാവിലെയാണ് ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസറെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. KJ ഹാരിസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഓഫീസറാണ് 2000 രൂപ കൈക്കൂലി വാങ്ങിയത്. ഹോം സ്റ്റേക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയും വിജിലൻസിന്റെ നോട്ടുകൾ നൽകുകയുമായിരുന്നു. ഇങ്ങനെ കയ്യോടെ വിജിലൻസ് പിടികൂടുകയായിരുന്നു. കാരണം ഇതിലും തരത്തിൽ ഇയാൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാതി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യാപകമായിട്ട് ഹോം സ്റ്റേകളും ടൂറിസം മേഖലയിലും മറ്റ് സൗകര്യങ്ങൾ അനുവദിച്ച് നൽകുന്നതിന് വ്യാപകമായിട്ട് ഇത്തരത്തിൽ പരാതി ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് KJ ഹാരിസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അയാളിപ്പോൾ മറ്റ് നടപടികൾക്ക് ശേഷം ഓഫീസിലേക്ക് കൊണ്ടുപോകും. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പ് സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് നൽകും. പരിശോധനകൾ പൂർത്തിയായി. പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വായ്പാ തട്ടിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പുൽപ്പള്ളി ബാങ്കിലെ കോൺഗ്രസ് നേതാക്കളുടെ വായ്പാ തട്ടിപ്പിനിരയായി രാജേന്ദ്രൻ എന്ന കർഷകൻ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെയാണ് സഹകരണ വകുപ്പ് വീണ്ടും അന്വേഷണം നടത്തിയത്. 2016-17 കാലത്ത് നടന്ന ക്രമക്കേടുകൾ സഹകരണ വകുപ്പ് നേരത്തെ തന്നെ കണ്ടെത്തുകയും 7.5 കോടിയുടെ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ്. ഈ കാലയളവിന് ശേഷവും, അതായത് 2017 മുതൽ 2023 വരെയുള്ള വായ്പാ വിതരണത്തിലും ക്രമക്കേട് നടന്നതായി ജോയിന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലെ അയ്യപ്പൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ വകുപ്പ് 16(1) പ്രകാരമുള്ള അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചത്. ആസ്തി ബാധ്യതകൾ, അനുമതിയില്ലാതെയുള്ള വായ്പകൾ, സഹകരണ നിയമങ്ങളുടെ ലംഘനം തുടങ്ങിയവയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. നിലവിലെ പരാതികൾക്കിടയാക്കിയ തിരിമറികൾക്ക് പുറമെ 2017 ശേഷവും ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കും. അന്വേഷണ സംഘം ബാങ്കിലെത്തി മുഴുവൻ രേഖകളും പരിശോധിച്ചിരുന്നു. ചില രേഖകൾ നഷ്ടപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. ജൂൺ 6-നാണ് ഉയർന്നുവന്ന പുതിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള 5-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. കൈരളി ന്യൂസ്, വയനാട്. മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതിയായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ
CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ. സംഭവത്തിൽ ഒത്തുതീർപ്പ് നടത്തി നിക്ഷേപം തിരികെ നൽകുമെന്ന് ഉറപ്പു നൽകിയ മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലെന്ന് നിക്ഷേപകർ പറയുന്നു. മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഡയറക്ടർമാർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തി ബിനാമികളുടെ പേരിൽ വിദേശത്ത് നിക്ഷേപിച്ചതായാണ് നിക്ഷേപകരുടെ ആക്ഷേപം. കമ്പനിയുടെ ഡയറക്ടർമാർ പലരും വിദേശത്താണ്. മുസ്ലിം ലീഗ് നേതാക്കളായ MC ഖമറുദ്ദീന്റെയും പൂക്കോയ് തങ്ങളുടെയും എല്ലാം കമ്പനി തുടങ്ങുന്നതിന് മുമ്പും അടച്ചുപൂട്ടിയതിനു ശേഷവുമുള്ള ഇടപാടുകളും സ്വത്തുക്കളും പരിശോധിക്കണം. ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപം തിരിച്ചു നൽകണം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നിക്ഷേപകർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് വലിയ രാഷ്ട്രീയ വിവാദമായപ്പോൾ ഉന്നത മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്തി നിക്ഷേപം തിരിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഒരാൾക്ക് പോലും പണം തിരികെ കിട്ടിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നിക്ഷേപകർ പറഞ്ഞു. ഒരാൾക്ക് പോലും ഒരു രൂപ പോലും തിരിച്ച് കൊടുത്തിട്ടില്ല. സ്ഥിരം പല്ലവിയാണ്, സ്ഥിരം ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, എല്ലാം ക്രൈംബ്രാഞ്ച് കൊണ്ടുപോയി, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതുതന്നെയാണ് പല സമുദായത്തിൻ്റെ ഉന്നത നേതാക്കന്മാരായാലും രാഷ്ട്രീയത്തിലായാലും പോയിട്ട് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ പൈസയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പറയുന്നത്, ഞാൻ ചെറിയ 10 ലക്ഷം മുതൽ താഴെയുള്ള ആൾക്കാരൊക്കെ ചെറിയ പൈസകൾ കൊടുത്തു വീട്ടുന്നുണ്ട് എന്ന് ഒരു പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞ് പരത്തുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പല രീതിയിലും പല കമ്മിറ്റികൾക്കായാലും നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. യാതൊരു റിപ്ലൈസും തന്നിട്ടുണ്ടായിരുന്നില്ല. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കമ്പനി ഡയറക്ടർമാരായ 17 പേരെ കൂടി പ്രതി ചേർത്ത് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2020 ഓഗസ്റ്റ് 27 ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ചന്ദേര പോലീസ് ആദ്യ കേസെടുത്തത്. നിലവിൽ 168 കേസുകളിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്. മതത്തിന്റെയോ ജാതിയുടെയോ വിവേചനം ഇന്ത്യയിലില്ലെന്ന് നരേന്ദ്രമോദി. ജനാധിപത്യമാണ് ഇന്ത്യയുടെ DNA എന്നും പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം നടത്തിയ പത്രസമ്മേളനത്തിൽ മോദി പ്രതികരിച്ചു. മതസ്വാതന്ത്ര്യവുമാണ് ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ജോ ബൈഡനും വ്യക്തമാക്കി. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ് 9 വർഷത്തിനിടെ ആദ്യമായി നടത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് വിസിറ്റിനിടെയാണ് നരേന്ദ്രമോദിയുടെ ആദ്യ പത്രസമ്മേളനം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇരു രാഷ്ട്ര നേതാക്കളും സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു. അതിനിടെയായിരുന്നു ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടി പറയാൻ മോദി നിർബന്ധിതനായത്. മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിലുള്ള വിവേചനം ഇന്ത്യയിലില്ലെന്നാണ് ഹിന്ദിയിൽ മോദി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനാധിപത്യം ഇന്ത്യയുടെ DNA-യിൽ തന്നെയുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി. हमने क्वाड पार्टनरशिप के साथ मिलकर इस क्षेत्र के सभी देशों के साथ अपना समन्वय बढ़ाने पर विचार साझा किए. आतंकवाद और कट्टरवाद के खिलाफ लड़ाई में भारत और अमेरिका कंधे से कंधा मिलाकर चल रहे हैं. हम सहमत हैं कि क्रॉस बॉर्डर टेररिज्म को समाप्त करने के लिए ठोस कार्रवाई आवश्यक है. താനും നരേന്ദ്രമോദിയും തമ്മിൽ ജനാധിപത്യത്തെ സംബന്ധിച്ച് ദീർഘനേരം ചർച്ച ചെയ്തുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം. മതസ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവുമാണ് ജനാധിപത്യത്തിന്റെ നട്ടെല്ലെന്ന് ജോ ബൈഡൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. Indians and Americans are both peoples who innovate and create, turn obstacles into opportunities, who find strength in community and family, and who cherish freedom and celebrate the democratic values of universal human rights which face challenges around the world and in each of our countries, but which remain so vital to the success of each of our nations. നേരത്തെ ഇന്ത്യയിലെ മനുഷ്യാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബൈഡൻ മോദിയെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഉഭയകക്ഷി ചർച്ചയിലെ മറ്റ് വിഷയങ്ങളും ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പങ്കുവച്ചു. ഇന്തോ പസഫിക്കിൽ ചൈനയെ എതിരിടാൻ അമേരിക്ക ഇന്ത്യയെ നിയോഗിക്കുമെന്നാണ് കൂടിക്കാഴ്ച നൽകുന്ന സൂചന. ഷി ജിൻപിങ്ങിനെ ഏകാധിപതി എന്ന് വിളിച്ചതിൽ നിന്ന് ബൈഡൻ പിന്നാക്കം പോയിട്ടുമുണ്ട്.
അമേരിക്കയിൽ നിന്ന് സൈനികോപകരണങ്ങൾ വാങ്ങണമെന്ന സമ്മർദ്ദവും ഇന്ത്യക്ക് മേൽ കടുപ്പിക്കുകയാണ് ബൈഡൻ. എന്നാൽ കടൽ മുതൽ ആകാശം വരെയും പൗരാണികത മുതൽ നിർമ്മിത ബുദ്ധി വരെയുമുള്ള കാര്യങ്ങളിൽ സന്ധിയുണ്ടാക്കാമെന്നാണ് ബൈഡന് മോദിയുടെ വാക്ക്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. ഇപ്പോൾ ലഭിച്ച മറ്റൊരു വാർത്തയിലേക്ക്. അശ്ലീല വീഡിയോ നിർമ്മിച്ച അറസ്റ്റിലായ കോൺഗ്രസ് നേതാവിന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ അംഗീകാരം. കോൺഗ്രസ് സൈബർ സെല്ലിന്റെ ആലപ്പുഴ കൺവീനറായിട്ടാണ് EM നസീറിനെ തിരഞ്ഞെടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ നിർമ്മിച്ച വ്യക്തിയാണ് EM നസീർ. ഷാജഹാനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, ഈ പറഞ്ഞതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് LDF സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ നിർമ്മിച്ച ഒരു സംഭവം ആരും മറന്നു കാണില്ല. വലിയ ചർച്ചയായതാണ്, വലിയ വിവാദമായതാണ്. അത് കോൺഗ്രസ് നേതാവാണ് ഇത് ചെയ്തതെന്നുള്ളത്. ഇപ്പോൾ അയാൾക്ക് ഒരു സ്ഥാനം നേതൃത്വം നൽകിയിരിക്കുന്നു, അംഗീകാരം നൽകിയിരിക്കുന്നു. എന്താണ് സംഭവം? തീർച്ചയായിട്ടും നമുക്കറിയാം, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച വ്യക്തിയാണ്. അന്ന് ഏതാണ്ട് 8 പേരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ നസീർ അന്ന് വിദേശത്തായിരുന്നു. വിദേശത്ത് നിന്നാണ് അന്ന് ഈ വീഡിയോ നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഇവിടെ അത് മറ്റ് UDF മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേരെയാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് EM നസീർ എന്ന് പറയുന്ന ഇപ്പോൾ സൈബർ കോൺഗ്രസിന്റെ കൺവീനറായിട്ട് ചുമതല നൽകിയിരിക്കുന്ന വ്യക്തി. ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് VD സതീശിന്റെ ഒരു അടുത്ത ബന്ധു ആലപ്പുഴക്കാരൻ അദ്ദേഹമാണ് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് VD സതീശൻ അടക്കമുള്ള നേതാക്കളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇപ്പോഴും നിലവിൽ ഒരു കേസിലകപ്പെട്ട് സൈബർ കേസിലകപ്പെട്ട് പോലീസ് പിടിയിലായ ഒരു കോൺഗ്രസ് നേതാവിന്റെ അദ്ദേഹത്തിന് അംഗീകാരം, പുതിയ അംഗീകാരം ആലപ്പുഴ കോൺഗ്രസിന്റെ ജില്ലാ കോർഡിനേറ്ററായിട്ട്, അതായത് കോൺഗ്രസ് സൈബർ സെല്ലിന്റെ ജില്ലാ കൺവീനറായിട്ടാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇനിയും സൃഷ്ടിക്കുന്നതിനുള്ള അവസരം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നസീറിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ ശക്തമായ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട്. യോഗ്യതയുള്ള മറ്റുള്ളവരുണ്ടായിട്ടും ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടവരെ കോൺഗ്രസ് വീണ്ടും ഇത്തരത്തിൽ അംഗീകാരം നൽകി വിടുന്നത് അത് കോൺഗ്രസിന് തന്നെ അപമാനകരമാണ് എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിക്കുന്നത്. കേസിൽപ്പെട്ടവരെ, ഓരോ ക്രിമിനൽ കേസിൽപ്പെട്ടവരെ ഇങ്ങനെ ഓരോ സ്ഥാനമാനങ്ങൾ നൽകുന്നു. ഇതിപ്പോൾ ഈ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച നിർമ്മിച്ചയാളെ ഇങ്ങനെ ഒരു അംഗീകാരം നൽകുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ധീരജ് കേസ് നിഖിൽ പൈലി എന്ന ആൾക്ക് ഒരു സ്ഥാനമാനങ്ങൾ നൽകുന്നത്. കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞതുപോലെ യോഗ്യതയുള്ളവരൊക്കെ മാറ്റി നിർത്തി ഇങ്ങനെ ഓരോ കേസിലും ഓരോ കേസിലും പ്രതികളായവർക്ക് ഇങ്ങനെ സ്ഥാനം നൽകുമ്പോൾ എന്താണ് പ്രധാനമായി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇത് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം നാണക്കേട് നിറഞ്ഞൊരു കാര്യം. തീർച്ചയായിട്ടും, കാരണം കോൺഗ്രസ് SFIക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾക്കെതിരെയും ഒക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവ്, സൈബർ കേസിൽ കുടുങ്ങിയ ഒരു നേതാവിനെതിരായിട്ട് ഇപ്പോൾ കേസ് വന്നിട്ട് പോലും അയാളെ പുറത്താക്കിയ, സാധാരണഗതിയിൽ ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടവരെ പുറത്താക്കുകയാണ് പതിവ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന് പാർട്ടിയുടെ ഒരു പുതിയ ചുമതല കൂടി നൽകിക്കൊണ്ട് ഒരു അംഗീകാരമായിട്ടാണ് അതിനെ കോൺഗ്രസ് നേതൃത്വം കണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിലൂടെ കാണേണ്ടത്. ഇത് ഷാജഹാൻ, ഈ ഒരു സംഭവം ഇപ്പോൾ ഈ അടുത്ത ഈ തൃക്കാക്കരയിലെ ഈ LDF സ്ഥാനാർത്ഥി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു സംഭവമാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത് കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇപ്പോൾ ആളെ തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനം നൽകി, ഇങ്ങനെ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ നിഖിൽ പൈലി ആയിക്കോട്ടെ, ധീരജ് വധ കേസിലും പ്രതിക്കെതിരെ ഒക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച നടന്നതാണ്. തീർച്ചയായിട്ടും, കാരണം ഇതിപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാണ് ഇത്തരം ഒരു സംഭവം നടന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇത് വളരെ പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. സാധാരണഗതിയിൽ ഇത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെയാണ് മറ്റ് പാർട്ടികൾ, മറ്റ് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ ഇത് കാര്യമായിട്ട് എടുക്കാത്തത്. എന്തായാലും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ അറിയാം, പല ഗ്രൂപ്പുകളായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിന്റെ നേതാവായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ ഈ നസീർ. ഈ നസീറിനെ ഇത്തരം ചുമതല നൽകിയത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം ക്രിമിനൽ കേസിൽപ്പെട്ട, അതായത് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിനും ഇതിൽ വളരെ അപകീർത്തികരമായിട്ടുള്ള ഒരു കേസാണ് നൽകിയിരുന്നത്. അന്ന് ഈ കേസ് വളരെയധികം ചർച്ചാ വിഷയമായ സംഭവമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് മാധ്യമങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെയാണ് വിരൽ ചൂണ്ടിയിരുന്നത്. പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അന്ന് ആരും കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. 8 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഗൾഫിലായിരുന്ന വ്യക്തിയാണ് നസീർ. നസീർ ഇപ്പോൾ നാട്ടിലെത്തിയ ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് അയാൾക്ക് പുതിയ അംഗീകാരം നൽകിയിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസിന്റെ സൈബർ കോൺഗ്രസിന്റെ. ശരി, ഷാജഹാനാണ് ആ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം
കുണ്ടമൺകടവിലെ യുവതിയുടെ മരണം സ്ത്രീധന പീഡനം മൂലമെന്ന ബന്ധുക്കൾ. ഭർത്താവ് പ്രശാന്തും വീട്ടുകാരും യുവതിയെ മർദ്ദിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഭർത്താവ് പ്രശാന്തിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിജിനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജിൻ, ഇതൊരു സ്ത്രീധന പീഡനമാണെന്ന് സ്ഥിരീകരിക്കാനാവുമോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ്? കീർത്തി, തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് ഈ പെൺകുട്ടി വിദ്യ എന്ന് വിളിക്കുന്ന ചിന്നു ബാത്റൂമിൽ തലയടിച്ച് വീണ് മരണപ്പെടുന്നത്. നിരന്തരമായി ഈ ഭർത്താവ് പ്രശാന്തുമായി ഇവർക്ക് പ്രണയമായിരുന്നു. പ്രണയത്തെ തുടർന്നാണ് വിവാഹം കഴിച്ചത്. അതിനുശേഷം വീട്ടുകാരും ഭർത്താവും നിരന്തരമായി സ്ത്രീധനത്തെ ചൊല്ലി പീഡനം ഉണ്ടാകാറുണ്ട്, മർദ്ദനം ഏൽക്കാറുണ്ട് എന്നെല്ലാം പെൺകുട്ടി ബന്ധുക്കളോട് പരാതി പറഞ്ഞിരുന്നു നേരത്തെ തന്നെ എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അത്തരത്തിൽ മർദ്ദനമേറ്റതിൻ്റെ ഭാഗമായിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഇത് കൊലപാതകമാണ് എന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഭർത്താവ് പ്രശാന്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ തന്നെ പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മലയൻകീഴ് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. നേരത്തെ തന്നെ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവും ബന്ധുക്കളും നിരന്തരമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് പെൺകുട്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് ബന്ധുക്കൾ എത്തുകയാണ്. ഇതാണ് ഇപ്പോൾ എന്തായാലും പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. ബാത്റൂമിൽ തലയടിച്ച് വീണാണ് മരണം എന്നാണ് പ്രശാന്ത് ആദ്യഘട്ടത്തിൽ പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് പ്രശാന്തിനെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ പോലീസ് കസ്റ്റഡിയിൽ പ്രശാന്തിനെ ഇരുത്താനാണ് പോലീസ് നീക്കം നടത്തുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര നാളായി കാണും ഈ ഒരു സംഭവം? ഇങ്ങനെ ഭർത്താവും കുടുംബവും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നു, ഈ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നൊരു പരാതി ഇതിനു മുമ്പ് പോലീസിൽ വല്ലതും നൽകിയിട്ടുണ്ടോ ഈ പെൺകുട്ടി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കുടുംബം? അത്തരത്തിൽ പരാതിയൊന്നും നേരത്തെ പോലീസിലൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ബന്ധുക്കളോടും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളോടും പെൺകുട്ടി ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നത്. ഒരു കുട്ടിയും ഭർത്താവും ഈ വിദ്യയും മാത്രമാണ് ഈ മരണം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തത ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ബാത്റൂമിൽ തലയടിച്ച് വീണു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരന്തരമായ പീഡനം ഏൽക്കാറുണ്ട് എന്ന പരാതി നേരത്തെ ഉന്നയിച്ച സാഹചര്യത്തിൽ ഇതൊരു കൊലപാതകമാണോ എന്ന സംശയത്തിലേക്കാണ് നിലവിൽ വിദ്യയുടെ ബന്ധുക്കൾ എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ ഭർത്താവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുമുള്ളത്. ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അച്ഛനും അതുപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും വ്യക്തമാക്കുന്നത് ഇത് ഒരു കൊലപാതകം തന്നെയാകാനുള്ള സൂചനയാണ് ലഭിക്കുന്നത് എന്നാണ്. അത്തരത്തിലുള്ള പീഡനമായിരുന്നു നേരത്തെയും പെൺകുട്ടി ഏറ്റിട്ടുള്ളത്. ഭർത്താവിൻ്റെ ബന്ധുക്കളും ഈ പെൺകുട്ടിയെ നിരന്തരം മർദ്ദിക്കാറും അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കാറ് ഉണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സംഭവം അവിടെ നടക്കുന്ന ഈ മരണം നടക്കുന്ന സമയത്ത് ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഭർത്താവും ഒരു കുട്ടിയും വിദ്യയുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ 3 പേരും ഉള്ള സമയത്താണ് വിദ്യ ബാത്റൂമിൽ തലയടിച്ച് വീണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഈ പക്ഷേ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്തത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഏത് രീതിയിൽ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായ മരണമാണോ എന്നതുൾപ്പെടെ ഒരു കൃത്യമായ ഒരു പോലീസിൽ നിന്ന് വിശദീകരണം ലഭിക്കും. എന്തായാലും ഇപ്പോൾ ഈ കൊലപാതകമാകാനുള്ള സാധ്യത ആണ് ബന്ധുക്കൾ പറയുന്നത്. അതിന് ബന്ധുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ വിദ്യയ്ക്ക് പീഡനമേൽക്കേണ്ടി വന്നു, മർദ്ദനമേൽക്കേണ്ടി വന്നു എന്ന് വിദ്യ തന്നെ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു എന്നതാണ്. കീർത്തി. ശരി, വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരം കുണ്ടമൺകടവിലെ കഴിഞ്ഞ ദിവസം യുവതി മരണപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ ആ മരണം സ്ത്രീധന പീഡന
മൂലമെന്ന ബന്ധുക്കൾ പറയുന്നു. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ മരണപ്പെട്ട യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഇതൊരു കൊലപാതകമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രിയ വർഗീസിന് അനുകൂലമായ വിധിയിൽ തിരിച്ചടിയേറ്റത് പ്രതിപക്ഷത്തിനും ഗവർണർക്കും മാധ്യമങ്ങൾക്കെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. ഗവർണർക്ക് തിരിച്ചടിയില്ല, എന്ത് സംശയമുള്ള? ഗവർണർ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗവർണർ മാത്രമല്ല, നിങ്ങളാണ് ഏറ്റവും ശക്തിയായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കെതിരായിട്ടതാണ് ആ വിധി, മാധ്യമങ്ങൾക്കെതിരാണ്. മാധ്യമങ്ങളല്ല ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് കൃത്യമായിട്ട് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഈ വേണ്ടാതെ ചാവാറായിട്ട് നിൽക്കുന്നത്? ജനാധിപത്യ വിരുദ്ധമായി തെറ്റായ രീതിയിൽ ആളുകളുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യതയിൽ കടന്നിട്ട് അഹന്ത നിൽക്കുന്ന നിലയിൽ അവരെയെല്ലാം അവമാനിക്കുന്ന സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പത്രക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളുമാണ് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്.